ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023-24 വർഷത്തെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഹൈസ്കൂളിൻ്റെ കൂടെ ഉള്ള സ്കൂളുകളിൽ പരീക്ഷ കഴിഞ്ഞു. 1 മുതൽ 10 വരെ ഉള്ള സ്കൂളുകൾ ഉണ്ടാവുമല്ലോ. ആ സ്കൂളുകളിൽ LP ക്ലാസ്സുകളുടെ പരീക്ഷകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്, നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷും മലയാളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇംഗ്ലീഷും EVSും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതേ മോഡൽ തന്നെയായിരിക്കും ഇനി നാളെയുള്ള ഇംഗ്ലീഷ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വരുന്നത്. അപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റീഡ് ആൻഡ് കോംപ്രിഹെൻഡ്. റീഡ് ദ പിക്ചർ സ്റ്റോറി ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഫോളോസ്. ഇവിടെയുള്ള പിക്ചർ സ്റ്റോറി നോക്കിയിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകാനാണ്. എ റൂസ്റ്റർ വാസ് വാക്കിംഗ് എലോങ് എ പാത്ത് നിയർ എ ഫോറസ്റ്റ്. റൂസ്റ്റർ എന്ന് പറഞ്ഞാൽ കോഴിയാണ് കേട്ടോ. ആ ഒരു കോഴി ഇങ്ങനെ ഫോറസ്റ്റിൻ്റെ അടുത്തുള്ള വഴിയിലൂടെ നടക്കുകയായിരുന്നു. ഹെൽപ്പ് ഹെൽപ്പ്, സഡൻലി ഹി ഫെൽ ഇൻ ടു എ ഡീപ്പ് പിറ്റ്. ഒരാഴമുള്ള പിറ്റ്, കുഴിയിലേക്ക് വീണു. ഹി ക്രൈഡ് എലൗഡ്, ഉറക്കെ കരഞ്ഞു. Then what happened? A fox came near the pit. അങ്ങനെ ഫോക്സ് ആ കുഴീൻ്റെ അടുത്തേക്ക് വന്നു. It put down a long stick into the pit. എന്ത് ചെയ്തു? ഒരു വലിയ നീളമുള്ള വടി കുഴിയിലേക്ക് ഇട്ട് കൊടുത്തു. A squirrel saw this. ഒരു അണ്ണാൻ അത് കണ്ടു. It cried aloud. It put a vine down to the pit. എന്ത് ചെയ്തു? വൈൻ, ഒരു വള്ളി, ഒരു മുന്തിരിൻ്റെ വള്ളി അതിലേക്ക് ഇട്ടുകൊടുത്തു, കുഴിയിലേക്ക് ഇട്ടുകൊടുത്തു. അപ്പോൾ കോഴിനോട് പറയാണ് അല്ലേ, എന്താ ഹോസ്റ്ററിനോട് എന്താ പറയുന്നത്? ഈ വൈനിൽ പിടിച്ചാൽ മതി, എന്തിൽ ഹോൾഡ് ചെയ്യണ്ട, സ്റ്റിക്കിൽ ഹോൾഡ് ചെയ്യണ്ട, ഈ വൈനിൽ ഹോൾഡ് ചെയ്യും. എന്തുകൊണ്ടാണ്? ആ ഫോക്സ് എന്ത് കണ്ടിട്ടാണ് ഈ ഒരു കോഴീനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നത്? ഫോക്സിന് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് ആണല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. അങ്ങനെ എന്ത് ചെയ്തു? ഈ നമ്മളുടെ കോഴി എങ്ങോട്ട് കയറി? ഈ വൈനിൽ പിടിച്ചിട്ട് മരത്തിൻ്റെ മുകളിലോട്ട് കയറി. ദ ഫോക്സ് ഫെൽറ്റ് അഷൈംഡ് ആൻഡ് റാൻ എവേ. ഫോക്സ് ചമ്മിപ്പോയി അല്ലേ, ദൂരേക്ക് ഓടിപ്പോയി. ഹൂ ഫെൽ ഇൻ ടു ദി പിറ്റ്. ആരാണ് പിറ്റിൽ വീണത്? ആരാണ്? എ റൂസ്റ്റർ. ഹോൾഡ് ഓൺ ദിസ് സ്റ്റിക്ക്. സ്റ്റിക്കിൽ പിടിച്ചോ. ഹൂ സെഡ് ദിസ്. ആരാണിത് പറഞ്ഞത്? ഫോക്സ്. ഹൂ പുട്ട് എ വൈൻ ഡൗൺ ടു ദി പിറ്റ്. വൈൻ ആരാണ് ഇട്ട് കൊടുത്തത്? സ്ക്വയറൽ, അണ്ണാനാണ്. വൈ ഡിഡ് ദ ഫോക്സ് കം ടു ഹെൽപ്പ് ദ റൂസ്റ്റർ. എന്തുകൊണ്ടാണ് ഫോക്സ് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത്? ബിക്കോസ് ദ ഫോക്സ് ലൈക്ക് ടു ഈറ്റ് റൂസ്റ്റർ. റൂസ്റ്ററിനെ തിന്നാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. ഈ സ്റ്റോറിക്ക് ഒരു സ്യൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ എന്ത് കൊടുക്കാം? ചീറ്റിംഗ് ഫോക്സ്, ചതിയനായ ഫോക്സ് എന്ന് സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ എ റോസ്റ്റർ എന്ന് കൊടുക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഹെഡിങ് അവിടെ കൊടുത്ത് വെച്ചാൽ മതി. ആ ക്യാരക്ടേഴ്സിൻ്റെ പേരെങ്കിലും എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ സ്കോർ ചെയ്യാൻ പറ്റും. ആക്ടിവിറ്റി 2 കോൺവെർസേഷൻ ആണ്. ഇവിടെ ഒരു പിക്ചർ ഉണ്ട്. നമ്മുടെ സെറോ വാസ് വെരി സാഡ്. സെറോ നല്ല സാഡാണ് അല്ലേ. ഇൻ ദ മോർണിംഗ് വെൻ സെറോ വെൻ നിയർ ദ കേജ്. സെറോ കൂടിനടുത്തേക്ക് പോയി. ഹീ സോ ദ ബേർഡ് ലൈയിങ് ഓൺ ഇറ്റ്സ് ബാക്ക് സ്റ്റിഫ് വിത്ത് ലെഗ്സ് ക്രോസ്ഡ്. ബാക്കിൽ ഇങ്ങനെ വീണ് കിടക്കുകയാണ് അല്ലേ, കാലുകൾ രണ്ടും ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. സെറോ ഫെൽറ്റ് വെരി സാഡ്. സെറോ നല്ല വിഷമത്തിലാണ്. ഹി വെൻ ടു ഹിസ് മദർ. മദർ ലുക്ക്ഡ് അറ്റ് ഹിം. വാട്ട് ഡിഡ് ഷീ ആസ്ക് സെറോ. വാട്ട് വാസ് ഹിസ് റിപ്ലൈ. എന്തായിരിക്കും സെറോ ചോദിച്ചിട്ടുണ്ടാവുക? സെറോനോട് എന്തായിരിക്കും അവർ റിപ്ലൈ പറഞ്ഞിട്ടുണ്ടാവുക? മദർ, സെറോ വൈ ആർ യു സാഡ്. എന്താണ് സെറോ നിനക്ക് ഇത്ര വിഷമം അല്ലേ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ സാഡായിട്ടിരിക്കുന്നത്? വൈ ആർ യു സാഡ്. ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. വാട്ട് ഹാപ്പൻ ടു യു, വൈ ആർ യു സാഡ്, ഇതൊക്കെ നമുക്ക് കോൺവെർസേഷനിൽ യൂസ് ചെയ്യാൻ പറ്റിയ
ക്വസ്റ്റ്യൻസ് ആണ്. സെറോ എന്ത് പറയും? മൈ ബേർഡ് എന്താ, ബേർഡിന് എന്താണ് സംഭവിച്ചത്? മൈ ബേർഡ് ലയിങ് ഓൺ ഇറ്റ്സ് ബാക്ക് സ്റ്റിഫ് വിത്ത് ലെഗ്സ് ക്രോസ്ഡ്. ഇവിടെ തന്നത് തന്നെ എന്ത് ചെയ്യാം, ജസ്റ്റ് അവിടെ എഴുതി വെച്ചാൽ മതി, ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. അപ്പോൾ മദർ എന്ത് പറയും? ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞിട്ടില്ലായിരുന്നോ എന്നൊക്കെ പറയും. അപ്പോൾ മദർ അത് ഓൾറെഡി ഇവിടെ പറയുന്നുണ്ട്, ഐ ആസ്ക്ഡ് യു ടു ലെറ്റ് ദ ബേർഡ് ഗോ ബട്ട് യു. അപ്പോൾ അതവിടെ പറയുന്നുണ്ട്. അതിൻ്റെ മുമ്പ് വേറെ ഒരു ഡയലോഗും കൂടി അവിടെ എഴുതി ചേർക്കണം. മദർ പറയും, എന്ത് പറയും? ഇറ്റ്സ് സ്റ്റിൽ അലൈവ്. അതിനിപ്പോഴും ജീവൻ ഉണ്ടോ എന്ന് ചോദിക്കാം അല്ലേ സെറോ? യെസ്, ജീവനുണ്ട്, പക്ഷേ എന്താണ്, അതങ്ങനെ ബാക്കിലാണ്, ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ. അപ്പം മദർ പറയും, ഐ ആസ്ക്ഡ് യു ടു ലെറ്റ് ദ ബേർഡ് ഗോ. ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബേർഡിനെ പോകാൻ, ബട്ട് നീ എന്ത് ചെയ്തില്ല, ബട്ട് യു അവിടെ നിർത്തുകയാണ്. സെറോ, യെസ്, എനിക്കത് അനുസരിച്ചാൽ മതിയായിരുന്നു. ഐ ആം സോറി മം. അങ്ങനെ പറഞ്ഞിട്ട് സോറി പറയാം അല്ലേ. ഞാനത് ചെയ്യാതിരുന്നതിൽ എന്ത് പറയും സെറോ? എന്ത് പറയും? ഐ ആം സോറി മം. നെക്സ്റ്റ് ഒരു പിക്ചർ സ്റ്റോറിയാണ്. ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു പിക്ചർ സ്റ്റോറി. ഇപ്പം നമ്മൾ കാണുന്നത് പിക്ചർ സ്റ്റോറി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്. നിർബന്ധമായിട്ടും പിക്ചർ സ്റ്റോറി പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. സെറോ വാസ് വെരി സാഡ്. ഹി വാസ് സിറ്റിംഗ് ഇൻ ഹിസ് റൂം. ഹി സോ അലീന കമ്മിങ് ടു ഹിസ് ഹോം. വാട്ട് ഹാപ്പൻ? വൈ ആർ യു സാഡ്? അലീന ആസ്ക്ഡ്. സെറോ സെഡ് ദ ഹോൾ സ്റ്റോറി ടു അലീന. അപ്പോൾ ആ ഒരു ഹോൾ സ്റ്റോറി എന്തായിരുന്നു എന്ന് അലീനയോട് സെറോ പറയാണ്. അപ്പോൾ അലീന ഒരു ഫ്രണ്ട് ആയിരിക്കും അല്ലേ, നമ്മളുടെ അലീന തന്നെ ആയിരിക്കും. നമ്മൾ ഓൾറെഡി അലീനയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ സ്റ്റോറി? ഓൺ മൈ ബർത്ത്ഡേ മൈ അങ്കിൾ ഗിഫ്റ്റഡ് എ ബേർഡ്സ് ട്രാപ്പ്. എനിക്കൊരു ബേർഡ്സ് ട്രാപ്പ് തന്നു. ഐ പ്ലേസ്ഡ് ഇറ്റ് ഓൺ മൈ ബാക്ക് യാർഡ് ആൻഡ് എ നൈറ്റിംഗേൽ ട്രാപ്ഡ്. ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗത്ത് അത് വെച്ചു. ഒരു നൈറ്റിംഗേൽ അതിൽ ട്രാപ്പായി. ദെൻ മൈ മദർ ടോൾഡ് മീ ടു ലെറ്റ് ദ ബേർഡ്. എൻ്റെ അമ്മ എന്നോട് അതിനെ വിടാൻ പറഞ്ഞു. ബട്ട് ഐ ഡിഡിൻറ്റ്. ഞാനത് ചെയ്തില്ല. ദെൻ വെൻ വൺ ഡേ ഞാൻ ആ റൂം ഒരു ദിവസം ഐ ആം ക്ലീനിങ് ദി കേജ്. ഞാൻ ആ കേജ് ക്ലീൻ ചെയ്യായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ദ ബേർഡ് കെയിം ഔട്ട് ആൻഡ് ഫ്ലട്ടേഡ്. അങ്ങനെ അത് പുറത്ത് വന്നു. അത് ഫ്ലട്ടർ ചെയ്തു അല്ലേ. ഇറ്റ് ഹിറ്റ് ഇൻ ടു എ വാൾ. അങ്ങനെ വാളിൽ ഹിറ്റ് ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ 4 പിക്ചർ വെച്ചിട്ട് ആ ഒരു ഹോൾ സ്റ്റോറി എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5 സെൻറ്റൻസ് നിങ്ങളിവിടെ എഴുതണം. അതിന് നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടും. ഒരു 5 സെൻറ്റൻസ്. 4 പിക്ചേഴ്സ് ആണുള്ളത്, ബട്ട് ഒരു 5 സെൻറ്റൻസ് എഴുതുക. അതിന് ഒരു 5 സെൻറ്റൻസ് നിങ്ങൾ എഴുതിയാൽ, ഏത് ആക്ടിവിറ്റി ആണെങ്കിലും 5 സെൻറ്റൻസ് എഴുതിയാൽ എന്താണ്, നിങ്ങൾക്ക് അതിൽ എ ഗ്രേഡ് കിട്ടും. അപ്പോൾ ഒരു 5 സെൻറ്റൻസ് കറക്റ്റ് എഴുതാതെ ഒരു 6 or 7, 8 സെൻറ്റൻസ് ഒക്കെ എഴുതുക. അപ്പോൾ അതിൽ മിസ്റ്റേക്ക് വന്നാലും എന്ത് ചെയ്യും, മേക്കപ്പ് ചെയ്ത് പോകും. അടുത്തതൊരു പോസ്റ്ററാണ്. ഒരു ഡോണ്ട് ബി സാഡ്. അലീന കൺസോൾഡ് സെറോ. സെറോ ഷാൾ വി ഗോ ടു ദി പ്ലേ ഗ്രൗണ്ട്? Alina asked. Yes, Alina, there is a big mango tree. We can play there. They went to the playground, but look, someone had cut the mango tree down. A little birdie is crying on the ground. Is it right to cut down trees? What do you think? അപ്പോൾ അവർ കളിക്കാൻ ഒരു മാവിൻ്റെ ചോട്ടിൽ പോവുകയായിരുന്നു. അപ്പോൾ ആ മാവ് ആരോ വെട്ടിയിട്ടിട്ടുണ്ട്. ഒരു ചെറിയ പക്ഷി അതിൻ്റെ ചോട്ടിൽ നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെയുള്ള ഒരു പോസ്റ്റർ മേക്ക് ചെയ്യാനാണ്. പോസ്റ്ററിൽ പിക്ചർ ഉണ്ടാവണം. ഡോണ്ട് കട്ട് ട്രീസ്. ട്രീസ് ആർ ബോൺ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വരദാനമാണ് ട്രീസ്. അതൊന്നും മുറിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് 2 സെൻറ്റൻസ് എഴുതുക. അതിനനുസരിച്ചുള്ള പിക്ചറും വരച്ച് വെക്കുക. ഈ ഒരു ട്രീ ഇവിടെ മുറിച്ച് വെക്കുന്ന പിക്ചർ തന്നെ വരച്ചാലും മതി. അടുത്തത് ആക്ടിവിറ്റി 5. അറേഞ്ച് ദ ഈവൻറ്റ്സ്. അലീന ആൻഡ് സെറോ sought to clay hut on the thick meadow near their playground. They went near it and asked anyone inside. A fly came out from the clay hut. The fly told them the following events. ഈ കാര്യങ്ങളൊക്കെ മൗസ് പറഞ്ഞതാണ്.
അപ്പോൾ ഇതിൽ ഫസ്റ്റ് നടന്നത്, ഇതിൽ ആരായിരുന്നു ഫസ്റ്റ് വന്നത്? ദ ഫ്ലൈ ഫ്ലൂ ഇൻ ദി പോട്ട്, ദെൻ ദ മൗസ് സ്ക്വീറിഡ് ഇൻ ദി പോട്ട്, ദ ഫ്രോഗ് ഹോപ്ഡ് ഇൻ ദി പോട്ട്, ദ ഫോക്സ് ട്രോട്ടഡ് ഇൻ ദി പോട്ട്. ഈ കാര്യങ്ങൾ ഓർഡറിലാക്കി എഴുതാണ് വേണ്ടത്. അതായത് നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡറിലാക്കി എഴുതുക. സ്റ്റോറീസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ഓർമ്മയുണ്ടാവണം. സെറോൻ്റെ സ്റ്റോറി ഏതാണ് ഇതിൽ വന്നു, പിന്നെ ഇതിൽ ലിറ്റിൽ ക്ലേ ഹാർട്ട് എന്നുള്ള സ്റ്റോറി വന്നു. അപ്പോൾ ആ സ്റ്റോറിയും ആ സ്റ്റോറിയിലെ സംഭവങ്ങളൊക്കെ ഓർഡറിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റണം. നെക്സ്റ്റ് ആഡ് മോർ ലൈൻസ് ആണ്. അലീന ആൻഡ് സെറോ സോ 3 ബട്ടർഫ്ലൈസ് പ്ലേയിങ് ഇൻ ദി ഗാർഡൻ. ഡോണ്ട് യു നോ ദ 3 ബട്ടർഫ്ലൈസ്? റെഡ്, വൈറ്റ് ആൻഡ് യെല്ലോ. ദേ ആർ ഡാൻസിങ് ഇൻ ദി ഗാർഡൻ. എ ലിറ്റിൽ പാരറ്റ്, എ ലിറ്റിൽ പീകോക്ക് ആൻഡ് എ ലിറ്റിൽ പപ്പി കെയിം ദർ. ബട്ടർഫ്ലൈസ് കോൾഡ് ദം ടു ജോയിൻ വിത്ത് ദെയർ സോങ്. ഇനി ഇതിൽ ലൈൻസ് ആഡ് ചെയ്യാണ് വേണ്ടത്. ലിറ്റിൽ പാരറ്റ് കം ആൻഡ് ജോയിൻ ആസ്. ലെറ്റ്സ് സ്പീക്ക്, ലെറ്റ്സ് സിങ്, ലെറ്റ്സ് പ്ലേ എ ഗെയിം. അപ്പോൾ ഇതിൽ പക്ഷിൻ്റെ പേര് മാറ്റി കൊടുക്കുക, ഈ ആക്ടിവിറ്റീസും മാറ്റി കൊടുക്കുക. ലിറ്റിൽ പീകോക്ക് കം ആൻഡ് ജോയിൻ അസ്. സെക്കൻഡ് ലൈൻ അത് തന്നെ മതി. ലെറ്റ്സ് ഡാൻസ്, അങ്ങനെ ലെറ്റ്സ് ജംപ്, വേറെ എന്തെങ്കിലും ഒരു പ്ലേ എ ഗെയിം എന്നുള്ളിടത്ത് ലെറ്റ്സ് പ്ലേ എ ഗെയിം എന്നുള്ള ആ ഒരു ലൈനിൽ മാറ്റി കൊടുക്കുക. ലെറ്റ്സ് കളർ എ പിക്ചർ, ഒരു പിക്ചറിനെ കളർ ചെയ്യാമെന്ന് പറയും. അല്ലെങ്കിൽ ലെറ്റ്സ് പ്ലേ എ റിഡിൽ, നമുക്കൊരു റിഡിൽ കളിക്കാം. അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് മാറ്റി കൊടുക്കണം. അങ്ങനെ ഈ ആക്ഷൻസ് മാത്രമാണ് മാറ്റി കൊടുക്കേണ്ടത്. ആ ആക്ഷൻസ് നന്നായിട്ട് പഠിക്കുക. സിങ്, ഡാൻസ്, ജമ്പ്, പ്ലേ, ഹോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് വെക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. നാളെയും ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരിക. ആഡ് മോർ ലൈൻസിലുള്ള വരികൾ മാത്രം മാറും, കോൺവെർസേഷൻ്റെ കോണ്ടെക്സ്റ്റ്, സാഹചര്യം മാറും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് മാറി വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.